സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു NSS കരയോഗം യൂണിറ്റ് അവരുടെ കുട്ടികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികളാണ്, അവർക്കായിട്ട് ഒരു പഠനയാത്ര സംഘടിപ്പിച്ചു. ഇവർ യാത്ര പോയത് KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. അങ്ങനെ അവര് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വേണ്ട അംഗീകാരമെല്ലാം നേടിയെടുക്കുകയും അതിന് ഫോർമാലിറ്റീസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും അതിനുവേണ്ടി ഫോർമലി അവർ അപ്ലൈ ചെയ്യുകയും അവർക്ക് അതിന് വേണ്ട അംഗീകാരം, അനുമതി നേടിയെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ പോകുന്ന ഓരോ കുട്ടിക്കും, എത്രയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഓരോ കുട്ടിക്കും എത്രയോ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു ഫീസ്, ഈ പോകുന്നതിന് ഇവിടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. ആ ഫീസ് എല്ലാം കറക്റ്റായിട്ട് അടയ്ക്കുകയും ചെയ്തു. അപ്പൊ അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റുഡന്റ് കൗൺസിലിന്റെ അധികൃതർ എന്ന് പറഞ്ഞ് കുറച്ച് വിദ്യാർത്ഥികൾ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു. ഇവിടെ സമുദായ സംഘടനകളുടെ വിദ്യാർത്ഥികൾക്കോ അല്ലെ സമുദായ സംഘടനകളുടെ ആളുകൾക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ആ സ്കൂളിന്റെ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ വേണ്ട എല്ലാ ഫോർമാലിറ്റീസും പൂർത്തീകരിച്ച് അംഗീകാരവും നേടിയെടുത്ത് അതിനുള്ള അനുമതിയും നേടിയെടുത്ത് ഫീസും അടച്ചതിന് ശേഷമാണ് ഈ കുട്ടി സഹാക്കന്മാർ വന്നിട്ട്, ഇവര് SFIയുടെ പ്രവർത്തകരാണെന്നാണ് പറയുന്നത്, അവരെ പണി ചെയ്യും നമുക്കറിയാം. കുട്ടി സഹാക്കന്മാർ വന്നിട്ട് അവരുടെ നിയമം പറയുന്നു, ഇവിടെ സമുദായ സംഘടനകളുടെ ആരെയും പ്രവേശിപ്പിക്കില്ല എന്ന് പറയുന്നു. ഈ വിവരം ഈ നാട്ടിലെ പുരോഗമന മാധ്യമങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുമോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മുക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ നമ്മൾ പുരോഗമന സമൂഹമൊക്കെ ആയതുകൊണ്ട് ഈ റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നിലനിൽക്കുന്നു. റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നോക്ക സമുദായക്കാർക്ക് നേരെയുള്ള വെറുപ്പ്, അവർക്ക് നേരെയുള്ള ഒരു ആക്രമണോത്സുകമായ വെറുപ്പ്. അത് വെറും വെറുപ്പല്ല, ആക്രമണോത്സുകം. ഈ മുന്നോക്ക സമുദായക്കാരെ അല്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നിൽക്കണം എന്നുള്ളത്. അവർക്കൊന്നും ജീവിക്കാൻ തന്നെ അധികാരമില്ലാത്തത്ര ഈവിളായിട്ടുള്ള, അത്ര അധമരായിട്ടുള്ള മനുഷ്യരാണ് മുന്നോക്ക സമുദായക്കാര്. സ്ഥിരമായിട്ട് നമുക്ക് ഈ നായർ, മേനോൻ, നമ്പൂതിരി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവരെല്ലാം മനുഷ്യരെ ജീവനോടെ പിടിച്ചു വിഴുങ്ങുന്ന ആളുകളാണ് എന്നുള്ള, ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ അവകാശമില്ലാത്ത ആളുകളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ഥിരം നടക്കുന്നതാണ്. അതിന്റെ പിന്നില് 2 ക്ഷുദ്ര ശക്തികളാണ് ഇതിന്റെ പിന്നിലുള്ള. ഒന്ന്, ഈ പിന്നോക്ക സമുദായ മുന്നേറ്റ സംഘം, പുരോഗമന സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദളിത് ആക്ടിവിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അവർ ഈ ദളിത് ആക്ടിവിസ്റ്റിന്റെ മേലങ്കിയാണ് ഇട്ടിരിക്കുന്നതെങ്കിലും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. അതായത് ഹിന്ദു മതത്തിനെ പരിഷ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർ പറയുന്നത് ഹിന്ദു മതത്തിലെ മുന്നോക്ക സമുദായങ്ങളെല്ലാം, പിന്നോക്കക്കാരെ എല്ലാം ജീവനോട് പിടിച്ചു വിഴുങ്ങുന്നു എന്നാണ് പറയുന്നത്. അത് ഈ ദളിത് നവോത്ഥാന നായകരുടെ മേലങ്കി അണിഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. അതാണ് ഒരു കൂട്ടര്. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് വിഭാഗമാണ്. ഇതെല്ലാം എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവരുടെ എല്ലാം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊക്കെ നോക്കിയാൽ മതി. അതിനകത്ത് എങ്ങനെയാണ് ഇവർ കൃത്യമായിട്ട് ഹിന്ദു മുന്നോക്ക സമുദായക്കാർക്കെതിരെ ഈ രീതിയിലുള്ള വംശീയ അധിക്ഷേപം നടത്തുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. തീവ്ര ഇസ്ലാമിസ്റ്റ് വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മുസ്ലിം ലീഗുകാരൊന്നുമല്ല. ഈ എക്സ്ട്രീം ഐഡിയോളജി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ഈ SDPI, PFI, അതുപോലെ പോപ്പുലർ ഫ്രണ്ട്, അത് തന്നെയാണല്ലോ PFI, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ഒരു വിഭാഗമുണ്ട്, ദ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ആളുകൾ എല്ലാവരുമാണ് ഈ രീതിയിൽ ഹിന്ദു മതത്തിനെ നവീകരിക്കാനായിട്ട് അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുള്ളത്. ഇവരുടെ എല്ലാം സോഷ്യൽ മീഡിയ പേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ദളിത് വിരുദ്ധ ആക്രമങ്ങൾ, അതുപോലെ കേരളത്തിൽ ഈ പറയുന്നത് പോലെയുള്ള പിന്നോക്കക്കാരെ, മുന്നോക്കക്കാരെ ഹിന്ദുമതത്തിനുള്ളിൽ പിടിച്ചു വിഴുങ്ങുന്നു എന്നൊക്കെ ഉള്ളതാണ്. ഇതിന് ആദ്യത്തെ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും അറിയാമല്ലോ. അവരെപ്പോഴും ഈ തമിഴ്നാട്ടിലെ ഈ ദ്രാവിഡ പാർട്ടികളെ പോലെയാണ്, ഹിന്ദുമതത്തിന് നവീകരിച്ച് അടങ്ങൂ, ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ല എന്നുള്ള നിലപാടാണ് അവർക്ക്. അതുപോലെ കേരളത്തിലും ഇതേ പരിപാടി. ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുമതത്തെ ക്ഷയിപ്പിക്കുക, അല്ലെങ്കിൽ ഹിന്ദുമതത്തെ വിഘടിപ്പിക്കുക, പിന്നോക്കക്കാരനെയും മുന്നോക്കക്കാരനെയും തമ്മിലടിപ്പിക്കുക. എന്നിട്ട് ഞങ്ങൾ പിന്നോക്കക്കാരുടെ കൂടെയാണ് എന്ന് പറഞ്ഞു കേട്ടില്ലേ, ഈ മുസ്ലിം ഈഴവ പിന്നോക്ക ഐക്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ മുസ്ലിം പിന്നോക്ക ഈഴവ ഐക്യമൊക്കെ പറയും, ഈഴവരുടെ നേതാക്കന്മാരുടെ കോലം വഴിയിലിട്ട് കത്തിക്കുകയും ചെയ്യും. കാരണം എന്താ, അവർക്ക് രാഷ്ട്രീയ അധികാരം വേണം, അതിനുവേണ്ടി ഈഴവനെ അടിച്ച് പുറത്താക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇവരെല്ലാമാണ് ഈ റിവേഴ്സ് ഡിസ്ക്രിമിനേഷന്റെ പിന്നിലുള്ളത്. അതായത് ഈ മുന്നോക്ക സമുദായക്കാർക്കെതിരെയുള്ള ഈ വംശീയ വിഷം ചീറ്റുന്ന ഇവരെല്ലാമാണ്. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഈ നായർ സർവീസ് സൊസൈറ്റിയായ NSSന്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള അച്ഛനമ്മമാരുടെ മക്കളാണല്ലോ, അതായത് നായന്മാരാണ് ഈ കുട്ടികളെല്ലാം. 15 വയസ്സ് താഴെയുള്ള കുട്ടികളാണെന്ന് ഓർക്കണം, പ്രായപൂർത്തിയാവാത്തവരാ. ഇവിടെ ഒരു ബാലാവകാശ കമ്മീഷനോ അതോ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ പോട്ടെ, അതൊന്നും ഈ മുന്നോക്ക സമുദായക്കാർക്കുള്ളതായിരിക്കില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോ ഈ നായർ കുടുംബങ്ങളിലെ കുട്ടികളാണ് ഈ വന്നത്. ഇത് ഏതെങ്കിലും ദളിത് കുടുംബങ്ങളിലെ കുട്ടികളായെന്ന് ഓർത്തോളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും സമുദായത്തിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിലെയോ
കുട്ടികളാരും നോക്കൂ, ഇവിടുത്തെ പുരോഗമന ജനാധിപത്യ മതേതര ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികളുണ്ടല്ലോ, പിന്നെ കുറെ നവോത്ഥാന നായകന്മാരും അതുപോലെ സാംസ്കാരിക നായകന്മാരുണ്ട്. നായക ഇൻ ആണോ ആണോ എന്താണ് നമ്മൾ അതിൽ ചേർക്കേണ്ടതെന്ന് എനിക്കറിയില്ല, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അവരെല്ലാവരും പൊട്ടിത്തെറിച്ച് കേരളത്തിനെ എടുത്ത് തലകുത്തി മറിച്ച് ഇവിടെയുള്ള മെയിൻ സ്ട്രീം മീഡിയ ചാനലുകളുടെ എല്ലാം പ്രൈം ടൈം ഡിബേറ്റിന്റെ 2 ദിവസത്തേക്കുള്ള കാര്യമായിരിക്കും അത്. ദളിത് വിദ്യാർത്ഥികളെ അവിടെ ആക്രമിച്ചു, അല്ലെങ്കിൽ മുസ്ലിം കുട്ടികളെ ആക്രമിച്ചു, ക്രിസ്ത്യൻ കുട്ടികളെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത് നായന്മാരായതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ആരും പറഞ്ഞില്ലല്ലോ നിങ്ങളോട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ. രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കാണേണ്ടത് ഈ നായന്മാരുടെ ഉള്ളിലുള്ള പ്രശ്നമാണ്. നായന്മാർക്ക് ഐക്യമില്ല എന്നുള്ളത് നമുക്കറിയാം, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നടന്നു പോയാൽ മതി. അതുകൊണ്ട് തന്നെ ഈ നായർ സമൂഹത്തിനെതിരെ ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഹെയ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്റെ കാര്യം തന്നെയാണ്. ഞാനാണ് എന്റെ ഏറ്റവും വലിയ ഇര. ഞാൻ ഇത്രയും കാലം ഈ സോഷ്യൽ മീഡിയയിലുള്ള സമയത്തെല്ലാം എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അപ്പുറത്ത് ഇങ്ങോട്ട് വരുന്ന എടാ നായരെ, അല്ലെങ്കിൽ നീ നായരല്ലേ, ഈ നായരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ നായരുടെ സ്വഭാവം കാണിക്കും എന്നുള്ള. നായർ എന്ന് പറഞ്ഞ ഏതാണ്ട് ഏറ്റവും വൃത്തികെട്ട ഏതോ സമൂഹമാണെന്നുള്ള രീതിയിലുള്ള അതെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് നെഗറ്റീവുകളാണ്. നേരത്തെ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് നെഗറ്റീവുകളും അത് ഏറ്റെടുത്തിരിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ്, ഇവർ രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിലാണ് ഇത് മുഴുവൻ കാണുന്നത്. അപ്പോൾ ഈ നായന്മാരെന്ന് പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട എന്തോ ക്ഷുദ്രജീവികളാണ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു പ്രചാരണമാണ്. ഇതിന് കാരണം എന്താണെന്നറിയോ? ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. നമ്മുടെ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗം യൂത്ത് ലീഗ് കഴിഞ്ഞ ദിവസം NSSന്റെ ജനറൽ സെക്രട്ടറി നമ്മുടെ സുകുമാരൻ നായരുടെയും അതുപോലെ SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെയും കോലം കത്തിച്ചു. അതുപോലെ തന്നെ ഇവരെ രണ്ടുപേരും ജാതി അധിക്ഷേപം നടത്തി. SNDPയുടെ യൂണിറ്റുകൾ, നിരവധി യൂണിറ്റുകൾ സംസ്ഥാനം അങ്ങോളം ഇങ്ങോളം ഇതിനെതിരെ പ്രതിഷേധിക്കുകയും തെരുവിൽ പ്രതിഷേധിക്കുകയും നമ്മുടെ മതേതര പുരോഗമന ലിബറൽ ഫാഷിസ്റ്റ് വിരുദ്ധ കേരളത്തിന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹസവും അവർ ചെയ്തു. ആര്? ഈ SNDPയുടെ പ്രതിഷേധക്കാര്. അവര് പാണക്കാട് തങ്ങളുടെ കോലം കത്തിച്ചു. കേരളത്തിന് ചിന്തിക്കാൻ സാധിക്കുമോ? ഈ ഇത്രയും കാലം കേരളത്തിലെ പുരോഗമന വിപ്ലവങ്ങളൊക്കെ നടന്നിട്ടും പാണക്കാട് തങ്ങളുടെ കോലം കത്തിക്കേണ്ട ഒരു ഗതികേട് കേരളത്തില് ഇതുവരെ അങ്ങനെ ഒരു സാമൂഹിക പരിസ്ഥിതി വന്നിട്ടില്ല. അത് മുസ്ലിം ലീഗിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണ്. മാത്രമല്ല അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ SNDPക്കാർ അത് ചെയ്തു. ഇതൊരു സൂചനയാണ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ കോലം കത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ സുകുമാരൻ നായർ അനങ്ങിയോ? അങ്ങേരെ ഇതുപോലെ തന്നെ ഇവര് തെറി വിളിക്കുകയും അങ്ങേരെ കോലം കത്തിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ സുകുമാരൻ നായർ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ NSS എന്ന് പറയുന്ന നായർ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നായർ സംഘടനകളെ വിറ്റ് തിന്ന് ആ പണപ്പെട്ടിയുടെ മുകളിൽ പൊരുന്നിരിക്കുന്ന ഈ പെരുന്നയിലെ വലിയ നായർ, മൂത്ത നായർ, അങ്ങേർക്ക് പ്രതികരണ ശേഷിയില്ല, നട്ടലില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നായർ സമൂഹത്തിന് വഴി കെട്ടിയിരിക്കുന്ന ചെണ്ട പോലെ എല്ലാവരും ഇട്ട് കുട്ടുന്നത് എന്നുള്ളൊരു പരമാർത്ഥമാണ്. അപ്പൊ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ അങ്ങേരുടെ കാര്യം പറഞ്ഞാൽ അങ്ങേർക്കും അങ്ങേരുടെ മകളുടെയും കാര്യം നടക്കണം. ഇത് മാത്രമേ ഉള്ളൂ മൂപ്പർക്ക്. പിന്നെ മൂപ്പരുടെ കുറെ പെട്ടിപിടുത്തക്കാരുണ്ട്, അവരെ എല്ലാം ഈ താഴും താക്കോലുമായിട്ട് നടക്കുക, താക്കോൽ സ്ഥാനത്ത് കുടിയിരുത്താനായിട്ട്. അപ്പൊ ഇങ്ങനെ ഈ താഴും താക്കോലും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെ കെട്ടിച്ചത് കൊള്ളാവുന്ന അവരുടെ സമുദായത്തിനോട് സ്നേഹമുള്ള, അതിനെതിരെ വരുന്ന ആക്രമണങ്ങളെ പറ്റി ചോദിക്കാനായിട്ട് നട്ടലുള്ള, സമുദായത്തോട് താല്പര്യമുള്ള, മാത്രമല്ല ഈ വിശാല ഹിന്ദു ഐക്യം എന്ന് ഇവർ കുറെ കാലമായിട്ട് പറയാറുണ്ട്. അങ്ങനെയുള്ള വിശാല ഹിന്ദു ഐക്യത്തോടൊക്കെ എന്തെങ്കിലും പ്രതിബദ്ധതയുള്ള ഒരു സെക്രട്ടറിയെ ഈ NSSന്റെ വിവിധ യൂണിറ്റുകളിൽ ചേർന്ന് തെരഞ്ഞെടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ഈ രീതിയിൽ ഈ നായർ സമുദായത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിക്കുകയുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, ഈ വന്നത് മുഴുവൻ NSSന്റെ കുടുംബങ്ങളിൽ, അതായത് നായന്മാരുടെ മക്കളല്ലേ. അവർ 15 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. അവരുടെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ ഈ NSSന്റെ വക എന്തെങ്കിലും ഒരു പ്രസ്താവന പോലും നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ, രാഷ്ട്രീയക്കാർ ഇടപെടില്ല, ആരും ഇടപെടില്ല. സാംസ്കാരിക നായക എന്താണ് ചേർക്കേണ്ടത് നിങ്ങൾ ചേർത്തോളുക. അവരാരും ഇടപെടില്ല. പൊതുസമൂഹത്തിന്റെ പ്രശ്നമല്ല ഇത്, നായന്മാരുടെ മാത്രം പ്രശ്നമായിട്ട് മാറി. ഇതോടനുബന്ധിച്ച് തന്നെയാണ്, ഇതുമായിട്ട് ചേർത്ത് വെക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജമാഅത്തെ ഇസ്ലാമി പോലെ, ഈ വെൽഫെയർ പാർട്ടി പോലെ, SDPI പോലെയൊക്കെയുള്ള കുറെ സംഘടനകളുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വിശാല ഹിന്ദു ഐക്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ തകർക്കുക. ഈ വിശാല ഹിന്ദു ഐക്യത്തെ കുറിച്ച് എന്തെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി നടേശനും നമ്മുടെ സുകുമാരൻ നായരും ചേർന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി, അപ്പൊ മീഡിയ വൺ അടുപ്പ് കൂട്ടി ചർച്ച തുടങ്ങും. വിശാല ഹിന്ദു ഐക്യം തുടങ്ങുന്നു, ഇവിടുത്തെ ഈ ദളിതരും അതുപോലെ തന്നെ പിന്നോക്കക്കാരും അല്ലേ അപകടത്തിലാവുമെന്ന് പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം ഞാൻ കാണുന്നതാണ്. നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് പലർക്കും അറിയാം ഇത് സത്യമാണെന്നുള്ള കാര്യം. ഈ മീഡിയ വണ്ണിനെ കൊണ്ട് ഇത് പറയുന്ന ആരാ? ജമാഅത്തെ ഇസ്ലാമിയാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ ഈ ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവർ സ്ഥിരമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന നേരിടും എന്താണ്? ഈഴവര് ഹിന്ദുക്കളല്ല, ദളിതര് ഹിന്ദുക്കളല്ല, ഇവരെല്ലാം ഹിന്ദുക്കളാക്കിയിട്ട് വച്ചിരിക്കുന്ന വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇവരൊന്നും ഹിന്ദുക്കളല്ല. പിന്നെ വിശാല മുസ്ലിം, ദളിത്, പിന്നോക്ക, ഈഴവ ഐക്യം എന്നുള്ള വേറൊരു നമ്പർ കൂടിയുണ്ട്. അങ്ങനെ ഈ വിശാല പിന്നോക്ക ഐക്യമൊക്കെ പറയുകയും ചെയ്യും. ഈ ഈഴവരുടെ നേതാവിന് SNDPയുടെ നേതാവിന്റെ കോലം
വഴിയിൽ ഇവർ കത്തിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ദളിത് സംഘടനകൾ, അവരും പിന്നെ ഈ പറയുന്നത് പോലെയുള്ള ഈ ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി പോലെ, വെൽഫെയർ പാർട്ടി പോലെ, അല്ലെങ്കിൽ SDPI പോലെയുള്ള ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന ചില ഇസ്ലാമിസ്റ്റ് സംഘടനകളും ചെയ്യുന്നത്. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചേക്കാം. ഇത് രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഇതിപ്പോ നായർ സമുദായത്തിലെ കുട്ടികളെ ആണ് ഈ രീതിയിൽ അവരുടെ പഠനം മുടക്കുക. അവർ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, സ്റ്റഡി ടൂർ ആയിരുന്നല്ലോ. അപ്പോ ആ രീതിയിൽ അവരെ ഹരാസ് ചെയ്യുക, അങ്ങനെ ആ കുട്ടികളുടെ പഠനം അന്നത്തെ പണം മുടക്കി അവിടെ ചെന്നതാണ്, അതെല്ലാം അലങ്കോലമാക്കി അവർ വെറും കൈയോടെ തിരിച്ചു പോകേണ്ടി വന്നു. ഇതേ KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഒരു 2-3 വർഷം, എനിക്ക് തോന്നുന്നു 2022 എനിക്ക് തോന്നുന്നു, ദളിത് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രക്ഷോഭം 10-50 ദിവസം നീണ്ടുവന്ന വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തിയിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അന്നത്തെ ഡയറക്ടർ ഈ ദളിത് വിദ്യാർത്ഥികൾക്കെതിരെ വംശീയമായിട്ട് അവരെ അധിക്ഷേപിക്കുന്നു, അവർക്കെതിരെ വലിയ വിവേചനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞു. വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഡയറക്ടറെ കുറിച്ച് ഈ ദളിത് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. വളരെ സീരിയസ് ആയിട്ടുള്ള ആരോപണങ്ങളാണ്. അവർ ഡയറക്ടറുടെ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ ജോലികൾ വരെ ചെയ്യിക്കുമായിരുന്നു കുട്ടികളെ കൊണ്ടുപോയിട്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ വന്നു. ഉടനെ നമ്മുടെ നാട്ടിലെ പുരോഗമന മതേതര ഫാഷിസ്റ്റ് കേരളം ഉണർന്നെഴുന്നേറ്റു, തടകുടഞ്ഞ് എഴുന്നേറ്റു. നമ്മുടെ കവികളെല്ലാം കവിത എഴുതി, സാംസ്കാരിക പ്രവർത്തകരെല്ലാം അവരുടെ സാംസ്കാരിക കൂട്ടായ്മകൾ, പ്രതിഷേധങ്ങൾ എല്ലാം സംഘടിപ്പിച്ചു. പ്രാസംഗികരെല്ലാം അല്ലെങ്കിൽ ചിന്തകര് അവരെല്ലാം ചിന്തിച്ച് മലമറിച്ചു. അങ്ങനെ പല പരിപാടികളും നടത്തി. അതുകൂടാതെ ഈ നിലം തൊടാതെ നടക്കുന്ന ഈ സിനിമയിലെ അഭ്രപാളിയിലെ താരങ്ങളുണ്ടല്ലോ, സിനിമയിലെ സൂപ്പർ സ്റ്റാർസ്, അവരെല്ലാവരും കൂടി ഈ സാംസ്കാരിക നായകന്മാരുടെ ഭാഗമാണല്ലോ ഇവരെല്ലാം, അവരെല്ലാവരും കൂടെ വലിയ പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ആയി അങ്ങനെ അവസാനം ഈ ഡയറക്ടർ ഉൾപ്പെടെ അവിടെ നിന്ന് പുറത്താക്കിയതിനു ശേഷമാണ് ആ സമരം അവസാനിപ്പിച്ചത്. അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവിടെ ഇപ്പൊ നായന്മാരുടെ കുട്ടികളെ ഈ രീതിയിൽ ഹരാസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല, സാംസ്കാരിക നായകർക്കും പ്രശ്നമില്ല, കവികൾക്ക് കവിതയും വരണ്ട, അതുപോലെ സിനിമാക്കാരാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഇതെല്ലാം ശരിയാവണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊള്ളാവുന്ന ഒരുത്തൻ, ഇപ്പോ പെരുന്നയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നായന്മാരുടെ പണം എല്ലാം ഇട്ട് മൂടിയിട്ട് ആ ചാക്കിന് മുകളിൽ കയറി പൊരുന്നയിരിക്കുന്ന പെരുന്നയിലെ കട്ടപ്പ അങ്ങനെ ഇറക്കി വിടുക, എന്നിട്ട് കൊള്ളാവുന്ന ഒരുത്തനെ പിടിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുക. ഇത് മാത്രമേ ഒരു രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.